ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക. ഈ കോളേജ് സ്കൂളൊക്കെ തുറന്നിട്ട് അത് ചേരുന്ന സമയത്ത് ഒരു ചെറിയ ഫീസ് ഉണ്ടാവും. അതിപ്പോൾ ഒരാൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കിട്ടിയാൽ പോലും ഏകദേശം ഒരു 5000 10,000 ഒക്കെ രൂപ വരും. അപ്പോൾ ഈ സാധുക്കൾ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ കാര്യമാകുമ്പോൾ കുട്ടികളുടെ പൈസ ഇല്ലാന്ന് പറയാൻ പറ്റില്ല, അവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ വരും. എൻ്റെ രക്ഷിതാക്കൾ പലപ്പോഴും ചേരാൻ വേണ്ടി ഓഫീസിൽ വരുമ്പോൾ അവരുടെ ആ ഒരു സങ്കടം, ഒരു മനുഷ്യൻ്റെ നിസ്സഹായത ശരിക്കും കാണുന്നൊരു സമയമൊക്കെ. ഇത് പിന്നെ കൊടുക്കാൻ പറ്റുമോ, ഇപ്പം തരാതിരിക്കാൻ പറ്റുമോ, ഇത് കുറവാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മളെ ചിന്തിക്കാൻ തരാം. അപ്പോൾ ആലോചിക്കുക എന്താ വെച്ചാൽ ഇവർക്ക് ആർക്കെങ്കിലുമൊക്കെ കുടുംബത്തിന് ഒരു ബന്ധം ഉണ്ടാവില്ലേ സുഹൃത്തുക്കളെ? നമ്മൾ ആരെങ്കിലും ആലോചിച്ചു, നമുക്കൊക്കെ അത്യാവശ്യം വരുമാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു അയൽവാസിയോ ഒരു ബന്ധു ഒരു കുട്ടിനെ ചേർക്കാൻ പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ആരെങ്കിലും അതിദൽ ഖുർബ ഹക്ക്, ഒരു ഹക്കുണ്ട് എന്നാണ്. അത്യാവശ്യം നമ്മളെ കടയിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും നമ്മുടെ ശമ്പളത്തിൽ നിന്നൊക്കെ ഒരു ഹക്ക് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട സാധുവിൻ്റേതുണ്ട് എന്നാണ്. അത് കൊടുക്കേണ്ട സമയത്ത് അവന് കിട്ടണ്ടേ സുഹൃത്തുക്കളെ? അവന് കൊടുക്കേണ്ട പൈസ കൊണ്ടാണ് നമ്മൾ ദൂർത്തടിക്കുന്നത്. അവകാശികൾക്ക് കൊടുക്കേണ്ട അനിവാര്യമായ ജോലിയില്ലാത്ത ആൾക്കാരുണ്ട്, ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. നമുക്കൊക്കെ വേണമെങ്കിൽ എന്താ വെച്ചാൽ ഒരു കുട്ടിൻ്റെ പഠനം, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വിധവയുടെ സംരക്ഷണം, ഒരു അനാഥൻ്റെ സംരക്ഷണം ഒക്കെ നമുക്ക് ഏറ്റെടുക്കാം. ഈ വേനൽക്കാലത്തൊക്കെ ഈ വർഷക്കാലത്തൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു കർഷകൻ പറയും 2 ലക്ഷം രൂപയുടെ കൃഷി അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി. എവിടുന്നുമില്ല, സർക്കാരൊന്നുമില്ല, നാട്ടൊന്നുമില്ല, എവിടുന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അല്പം പ്രയാസപ്പെടുന്ന ആളുകളെ കുറിച്ച് ആരെങ്കിലും കണ്ടുമുട്ടിയോ? ഈ കടുത്ത മഴയിൽ, ശക്തമായ മഴയിൽ പ്രയാസപ്പെടുന്ന ആരെയെങ്കിലും സുഹൃത്തുക്കളെ ഈ ദിവസത്തിനിടയ്ക്ക് നമ്മൾ കണ്ടുമുട്ടിയോ? ആരെങ്കിലും നമ്മോട് സങ്കടം പറഞ്ഞു? ആരെയെങ്കിലും കണ്ടറിഞ്ഞ് സഹായിച്ചോ? രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ രോഗികളായി ദിവസങ്ങളോളം ഹോസ്പിറ്റലിലാണ്, 1 മാസം 2 മാസമൊക്കെ. വീട്ടിലെ കാര്യങ്ങൾ പട്ടിണിയാണ്. എത്ര സാധുക്കൾ ഉണ്ടായിരിക്കും? ലോൺ എടുത്ത് പലിശ തിന്ന്, പലപ്പോഴും പലിശ കൊടുത്ത് ബുദ്ധിമുട്ടിയാണ് പലരും ജീവിച്ചു പോകുന്നത്. നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും അതൊന്ന് ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നന്മ ചെയ്യൂ, നിങ്ങൾക്ക് വിജയം നേടാം. നമ്മളെ വിജയം നന്മയിലാണ് നിലകൊള്ളും. എന്തെങ്കിലും നല്ലതു ചെയ്യാൻ നേരം പുലർന്ന് വൈകുന്നേരമൊക്കെ അവസരം ഉണ്ടാക്കിയാൽ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒരു ലാഭമുണ്ടാക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജ് 77 പറയുന്നത്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. അപ്പോൾ നമ്മുടെ സഹോദരന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. വമൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. തൻ്റെ സഹോദരൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരാൾ സമയം കാണുമ്പോൾ അള്ളാഹു അവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കും. നോക്കൂ നിങ്ങൾ, ദുർബലരായ നമ്മൾ മറ്റൊരാളെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ ഗനിയും ഹമീദുമായ, സമ്പന്നനായ, ഐശ്വര്യവാനായ അള്ളാഹു നമ്മുടെ കാര്യത്തിൽ ഇടപെടുമെങ്കിൽ സുഹൃത്തുക്കളെ അതല്ലേ നമുക്ക് ലാഭം. നമ്മൾ നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാളും മറ്റുള്ളവർക്ക് വേണ്ടി നൽകലല്ലേ ലാഭം.